മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആവരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 2 തരം പ്രാർത്ഥനകളെ കുറിച്ചാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത്. 1, സമൂഹത്തിന് മുന്നിലുള്ള പ്രകടമായ പ്രാർത്ഥന. 2, ഉടയവനും ഞാനും മാത്രമാകുന്ന വ്യക്തിപരമായ പ്രാർത്ഥന. ഒറ്റ കേൾവിയിൽ നമുക്ക് തോന്നാം, പള്ളിയിൽ കുർബാനയുടെയോ മറ്റ് തിരുക്കർമ്മങ്ങളുടെയോ സമയമനുസരിച്ച് വീട്ടിലെ ജോലികളും മറ്റുള്ള ഉത്തരവാദിത്തങ്ങളും തീർത്ത് ഉടുത്തൊരുങ്ങി പോകുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം നമുക്ക് സൗകര്യം കിട്ടുന്നത് പോലെ സ്വന്തം മുറിയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന്. എന്നാൽ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ? നമുക്ക് പലപ്പോഴും സാധ്യമാകാത്ത സംഗതി വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ജീവിതത്തിന്റെ എല്ലാ വ്യഗ്രതകളും മാറ്റിവെച്ച് സ്വന്തം മനസാക്ഷിയുടെ വാതിൽ തുറന്ന് കണ്ണും കാതുമടച്ച് പറ്റിപ്പോയ തെറ്റുകളും ചങ്കുലയ്ക്കുന്ന സങ്കടങ്ങളും ഏറ്റുപറയാനും ആഗ്രഹങ്ങളെ തമ്പുരാന്റെ മുന്നിൽ സമർപ്പിക്കാനും ഒരു നിശ്ചിത സമയമാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ഈശോ പറയുന്നു, അതിനേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കുന്നത് ദൈവത്തോട് വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും സൂക്ഷിക്കുന്നതിലൂടെ. തൊട്ടടുത്ത വാക്യം ഇതിന്റെ തുടർച്ചയാണ്. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. നിങ്ങൾ അവരെ പോലെ ആകരുത്. ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അലറി വിളിച്ചാൽ മാത്രം കേൾക്കുന്ന, ഭൂമിക്ക് മുകളിൽ എവിടെയോ ഇരുന്ന് നമ്മെ വിധിക്കുന്ന ഒരു ദൈവത്തെ അല്ല, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെയും സങ്കടങ്ങളുടെയും മേൽ കരുതലുള്ള ഒരു വലിയ സ്നേഹത്തെയാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നോമ്പ് കാലം ഇടതടവില്ലാതെ പ്രാർത്ഥിക്കേണ്ട കാലം കൂടിയാണല്ലോ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? നോമ്പിന്റെ എല്ലാ അനുഷ്ഠാനത്തിനുമൊപ്പം ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കാൻ നമുക്ക് ശ്രമിക്കാം. ആവശ്യത്തിലധികം സംസാരിക്കുന്നു എന്നതാണ് അമ്മമാർക്ക് നേരെയുള്ള എക്കാലത്തെയും ആക്ഷേപം. ആവർത്തിച്ച് അർത്ഥം മറന്ന് ചൊല്ലിക്കൂട്ടുന്ന വാക്കുകൾക്കപ്പുറം നമ്മുടെ നെടുവീർപ്പുകൾ പോലും നമുക്ക് പ്രാർത്ഥനകളായി മാറ്റാം. ചോര വിയർക്കാനും ഒറ്റക്കായി പോയെന്ന പദം പറയാനും ഈശോയെ പോലെ നമുക്കും ഒരു ഗെത്സെമൻ തോട്ടം സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ അവൻ കണ്ണടയ്ക്കാതെ നമുക്ക് കൂട്ടിരിക്കും. ആമേൻ.